ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ജിം ട്രെയിനറും ജിം ഉടമയുമായിട്ടുള്ള ജിൻഡോ നമ്മുടെ രാവിലത്തെ പ്രശ്നത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ്. പ്രോപ്പർ ഡ്രസ് കോഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞേനെ, ഇതാണ് ജിൻഡോ പറയുന്നത്. പക്ഷെ ജിൻഡോ ഇത് പറയുന്നത് സിജോയെ കുറിച്ചാണ്. കാരണം സിജോ മുണ്ടെടുത്ത് വന്നിട്ടാണ് എക്സസൈസ് ചെയ്തത്. അവർ തമ്മിലുള്ള ഫൈറ്റും പ്രശ്നങ്ങളും ഒക്കെ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ജിൻഡോ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. ബിഗ് ബോസിൽ നമ്മൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന ഒരേ ഒരു കാര്യം, ഇവര് വേറുള്ളവരുടെ വസ്ത്രാധാരണത്തെ ജഡ്ജ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ജഡ്ജ് ചെയ്തു എന്ന് തന്നെയാണ് ഇത് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നത്. അതൊരു ബിഗ് ബോസ് ഹൗസ് ആണ്, അല്ലാതെ മറ്റേ ഒളിമ്പിക്സോ ഫിറ്റ്നസ് ഷോയോ ഒന്നുമല്ല. അവിടെ ആരെന്ത് പറഞ്ഞാലും അത് ഗെയിമാണ്. ഓരോരുത്തർ എന്ത് വസ്ത്രം ഇടണം എന്നുള്ളത് അവരവര് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ കയറി ഇൻക്ലൂഡ് ചെയ്ത് റസ്മിൻ ഭായ് ഒരു സീൻ ഉണ്ടാക്കാൻ നിന്നില്ല. പകരം മോർണിംഗ് ആക്ടിവിറ്റി നല്ല ഭംഗിയായി തന്നെ എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇനി റോക്കിയുടെ കാര്യത്തിലേക്ക് വന്ന റോക്കി രാവിലെ തന്നെ നല്ല ടിപ് ടോപ്പായി ഷർട്ടും പാന്റും ഷൂസും ഒക്കെ ഇട്ട് നിൽക്കുകയായിരുന്നു. അത് ഈ ഒരു ടാസ്കിന്റെ ടൈമിൽ റോക്കി മാറ്റിയിട്ട് ഫിറ്റ്നസ് ഔട്ട്ഫിറ്റിലാണ് ടാസ്ക് ചെയ്തത്. അതുകൊണ്ടാണ് റോക്കി ഇതേപോലെ റസ്മിന്റെ അടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തത്. പുള്ളി മാത്രം വലിയ ഫിറ്റ്നസ് ഔട്ട്ഫിറ്റിൽ വന്നിട്ട് വേറുള്ളവര് മുണ്ടും ട്രൗസറും ഒക്കെ ഇട്ട് ടാസ്ക് ചെയ്തപ്പോൾ വന്നൊരു ഫ്രസ്ട്രേഷൻ, അതിൽ നിന്നാണ് ഈ ഒരു ഫൈറ്റ് ഉണ്ടായത്. പക്ഷെ എനിക്കിപ്പോഴും തോന്നുന്നത് ഇതൊരു അൺവാണ്ടഡ് വഴക്കാണ് എന്ന് തന്നെയാണ്. റോക്കിയെ പോലെ ഭയങ്കര ഫിറ്റ്നസ് ഔട്ട്ഫിറ്റ് ഒന്നും ഉള്ള ആളുകളൊന്നും ആയിരിക്കില്ലല്ലോ അവിടെ ഉള്ളവർ. അങ്ങനെ ഉണ്ടാവണമെന്ന് നമ്മൾ നിർബന്ധവും പിടിക്കാൻ പാടില്ല. വേറെ എന്തൊക്കെ പറഞ്ഞ് ആരൊക്കെയായിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കാം. അവിടെയാണ് ഡ്രസ് കോഡ് എന്നും പറഞ്ഞ് ഒരാൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്.